ജീവിതത്തിലേക്ക് തിരിച്ച് എത്തിക്കുന്നതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രി ഉണ്ട്. സൂര്യ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ദുരിതാശ്വാസ ഇപ്പോൾ തന്നെ ഈ കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിയാൽ 2 കോടി രൂപയും നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും 5 കോടി രൂപയുടെ ധനസഹായം നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ഇനിയും തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോഴും ഇന്ന് രാത്രി ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുക അത് ശ്രമകരമായ ഒരു കാര്യമായിരിക്കുമെന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി അതിനോടൊപ്പം പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സമയം മുതൽ തന്നെ എല്ലാവരും, പ്രധാനമന്ത്രി അടക്കമുള്ളവർ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഗവർണർ ആനന്ദ ബോസ് അടക്കമുള്ളവർ എല്ലാവരും തന്നെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ടുള്ളൂ. എല്ലാവരും കൂടി ചേർന്ന ഏകോപനമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ നടക്കുന്നത് എന്നൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ വയനാട് 45 ക്യാമ്പുകളാണ് ഉള്ളത്. ഇതിൽ 3061 പേരാണ് ഈ ക്യാമ്പുകളിലായിട്ടുള്ളത്. സംസ്ഥാനത്ത് ആകെ 118 ക്യാമ്പുകൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ തന്നെ 5531 പേരാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള ക്യാമ്പുകളിൽ ഇപ്പോൾ അധിവസിക്കുന്നത്. എന്തായാലും നേവി റിവർ ക്രോസ് ടീം, ഇന്ത്യൻ കോസ്റ്റ് ടീം എന്നിവർക്കായി അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ NDRFന്റെ അടക്കമുള്ള 60 അംഗ സംഘം, നാവികസേന, കരസേന അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി രംഗത്തുണ്ട്. അത് കൂടാതെയാണ് നേവി റിവർ ക്രോസ് ടീം, അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ടീം എന്നിവർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് പോലീസിന്റെ ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക പരിശീലനം നേടിയ നായ്ക്കൾക്കായും അപേക്ഷിച്ചിട്ടുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ജനിതക പരിശോധനയ്ക്കുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ക്യാമ്പുകൾക്ക് ആവശ്യമായ ജലവുമായിട്ട് ജലവിഭവ വകുപ്പിന്റെ 2 വാഹനങ്ങൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ മൊബൈൽ മോർച്ചറി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മറ്റു വസ്തുക്കളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായിട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമെന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ അത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയാണ്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള ഇടം അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് നേരത്തെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. സൂര്യ, അതിന്റെ ഒരു ആഘാതം മനസ്സിലാക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗം, അതായത് ഈ ദുരന്ത സാധ്യത മേഖലയിൽ നിന്നും ഈ ഉരുൾപൊട്ടി എത്ര കിലോമീറ്റർ ദൂരത്തുള്ള 6 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ചൂരൽമല എന്ന ടൗണിലേക്കാണ് ഈ കല്ലുകളും മണ്ണുകളും. ജനവാസ മേഖലയായ അല്ലെങ്കിൽ ദുരന്ത സാധ്യത മേഖല അല്ലാത്തൊരു ചൂരൽമലയിലേക്കാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടി കല്ലും പാറക്കഷ്ണങ്ങളും വെള്ളവും അടക്കം എത്തിയിട്ടുണ്ടത്. എന്നാൽ അതിന് എത്രമാത്രം ആഘാതമാണ് ആ ഒരു ദുരന്തത്തിന്റെ എന്ന് കാണിക്കുന്ന കാര്യം തന്നെയാണ്. തുളസി, മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പലരെയും വീടുകളിൽ നിന്ന് മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു അപകടത്തിന്റെ ഇത്രയും വലിയൊരു അപകടമാണ് നടന്നതെന്ന് പറയുമ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരുപക്ഷെ മാറ്റാതെ മറ്റുള്ളവർ കൂടി ഈ വീടുകളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടുമായി. സൂര്യ തുടരുക. ഇപ്പോൾ